നേരും നിറവും പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിന് തുടക്കം കുറിച്ചപ്പോൾ ട്രംപ് ഭരണം അതിനിട്ടിരുന്ന പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. രോഷത്തിൻ്റെ കൊടുമുടി എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിവർത്തനം ചെയ്യാം. അത് അവസാനിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. യുദ്ധം തുടങ്ങും മുമ്പ് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റിയിട്ടില്ല. പക്ഷേ അതില്ലാതെ തന്നെ അവസാനിച്ചിരിക്കുന്നു പറയുന്നു. ഇനി അതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലാണ് കേന്ദ്രീകരിക്കുന്നത്. അതിനുവേണ്ടി US നാവികപ്പടയെ തന്നെ ഇറക്കും, ബലം പ്രയോഗിച്ച് ആ കടലിടുക്കിലൂടെ കടന്നു പോകും എന്നൊക്കെയുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിന് പ്രോജക്റ്റ് ഫ്രീഡം എന്നായിരുന്നു പേര്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രോജക്റ്റ്. പക്ഷെ അതും ഈ പ്രഖ്യാപനം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ അത് നിർത്തിവെച്ചതായിട്ടാണ് പിന്നെ അറിയിപ്പ് വന്നത്. കാരണം പറഞ്ഞത് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ച് തൽക്കാലം നിർത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ വസ്തുത അതായിരുന്നില്ല. ഈ പ്രോജക്റ്റിന്, ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുള്ള ബലം പ്രയോഗിച്ച് അത് കടന്നു പോകാനായിട്ടുള്ള ശ്രമത്തിന് സൗദി അറേബ്യയിലുള്ള സൈനിക വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാൻ, അമേരിക്കൻ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കില്ല. സൗദി വ്യോമാതിർത്തി കടന്ന് പോകാനായിട്ട് അനുവദിക്കില്ല എന്ന് സൗദി അറേബ്യൻ ഭരണാധികാരികൾ അറിയിക്കുകയുണ്ടായി. അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരെ വരുതിയിലാക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും, ട്രംപിൻ്റെ ശ്രമം ഉണ്ടായെങ്കിലും അത് വിജയിച്ചില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ആ ഉദ്യമം ഉപേക്ഷിക്കാനുള്ള കാരണം. അപ്പോൾ ആ സംഭവം, സൗദി അറേബ്യൻ ഭരണാധികാരികൾ ഇങ്ങനൊരു നിലപാടെടുത്തു എന്നുള്ളത് വളരെയേറെ രാഷ്ട്രീയ വിവക്ഷകളുള്ള, പ്രതിധ്വനികളുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ അമേരിക്കൻ സയനിസ്റ്റ് കടന്നാക്രമണത്തിനെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ചെറുത്ത് നിൽക്കുന്ന ഇറാൻ്റെ നീക്കത്തിനേക്കാൾ ഉപരി പ്രാധാന്യം അതിനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. 1970കളിൽ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു: രാജ്യങ്ങൾ സ്വാതന്ത്ര്യവും രാഷ്ട്രങ്ങൾ വിമോചനവും ജനങ്ങൾ വിപ്ലവവും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ മുദ്രാവാക്യം. 1972 ചൈനയും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് ഇറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 70ലെ കാര്യം. ഈ അടുത്ത കാലത്ത്, അതായത് ഈ വർഷം ഫെബ്രുവരിയിൽ മ്യൂണിച്ചിൽ വച്ച് നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ അമേരിക്കൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് മാർക്കോ റൂബിയോ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അതിൽ ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് 5 നൂറ്റാണ്ടുകളായി പടിഞ്ഞാറൻ ലോകം വികസിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിക്കണം, ലോകമല്ല, പടിഞ്ഞാറൻ ലോകം വികസിച്ചുകൊണ്ടിരുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊക്കെ എന്ത് തരത്തിലുള്ള സാമ്രാജ്യമാണ് കെട്ടിപ്പടുത്തത് നമുക്കറിയാമല്ലോ. എന്നാൽ 1945 കൊളംബസിൻ്റെ യുഗത്തിന് ശേഷം ആദ്യമായി അത് ചുരുങ്ങുകയായിരുന്നു. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകളുടെ വിപ്ലവങ്ങളും കൊളോണിയൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ലോകത്തെ രൂപാന്തരപ്പെടുത്തി. മഹത്തായ പാശ്ചാത്യ സാമ്രാജ്യങ്ങൾ അന്തിമ തകർച്ചയിലേക്ക് പ്രവേശിച്ചു. ഇതാണ് മാർക്കോ റൂബിയോ അന്ന് പ്രസംഗിച്ചത്. അതായത് കൊളോണിയൽ ആധിപത്യവും ചൂഷണത്തിനെയും പുകഴ്ത്തിക്കൊണ്ട് ആ സ്ഥിതി വീണ്ടെടുക്കാൻ ട്രംപിനൊപ്പം അണിനിരക്കണമെന്നാണ് യൂറോപ്യൻ ഭരണാധികാരികളോട് അന്ന് ആവശ്യപ്പെട്ടത്. ഇവിടെ നമ്മൾ 2 വീക്ഷണങ്ങളാണ് കാണുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് പാർട്ടിയുടെ ആ ഉദ്ധരണി പുത്തൻ കൊളോണിയൽ കാലത്ത് മർദ്ദിത രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിൻ്റെ വിവിധ തലങ്ങളെയാണ് വേർതിരിച്ച് കാട്ടുന്നത്. രാജ്യങ്ങൾ സ്വാതന്ത്ര്യവും രാഷ്ട്രങ്ങൾ വിമോചനവും ജനങ്ങൾ വിപ്ലവവും ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ,
രണ്ടാമത്തെ ഇതിൽ ആകട്ടെ മാർക്കോ റൂബിയോ സ്വാതന്ത്ര്യം കിട്ടി ഇനി വിമോചന സമരം വേണ്ട എന്ന് പ്രതീതി സൃഷ്ടിച്ച പുത്തൻ കൊളോണിയൽ മറ സ്വയം വലിച്ചു കീറാൻ സാമ്രാജ്യത്വം നിർബന്ധിതമാകുന്ന വിഷമാവസ്ഥയാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പുത്തൻ കൊളോണിയലിസം? കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി ആയതോടെ, 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയതോടുകൂടി പഴയ കോളനികളിലും അർദ്ധ കോളനികളിലും സാമ്രാജ്യത്വ വിരുദ്ധ സമരം അതിശക്തമാവുകയും പഴയ പോലെ ചൂഷണവും ആധിപത്യവും തുടരാൻ കഴിയില്ല എന്ന് സാമ്രാജ്യത്വ ശക്തികൾക്ക് ബോധ്യമാവുകയും ചെയ്തു. അവിടെയുള്ള നേരിട്ടുള്ള ഭരണം അല്ലെങ്കിൽ സാന്നിധ്യം അവർ അവസാനിപ്പിക്കാൻ നിർബന്ധിതമായി. അപ്പോൾ അങ്ങനെ ആ രാജ്യങ്ങൾക്ക് അവർ ഔപചാരിക സ്വാതന്ത്ര്യം നൽകി. ഇന്ത്യയിൽ നടന്ന അധികാര കൈമാറ്റം പോലെ തങ്ങളുടെ വിശ്വസ്തരായ ദല്ലാൾ മുതലാളിമാർക്കും നാടുവാഴി ഭൂപ്രഭുക്കൾക്കും അധികാരം കൈമാറി. അവരിലൂടെ മറയത്തിരുന്ന് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ആധിപത്യവും ചൂഷണവും തുടരുകയും ചെയ്തു. സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ മുനയൊടിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പുത്തൻ കൊളോണിയലിസത്തിൽ ഒരു രാജ്യം സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് എന്ന കപട ധാരണയ്ക്ക് നിർണായക പ്രാധാന്യമുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടി, ഇനിയിപ്പോൾ അതിനായിട്ട് സമരം ചെയ്യേണ്ട കാര്യമില്ല, വികസനമാണിനി വേണ്ടത്. ഈ ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ സ്ഥാപിച്ചെടുക്കാനും നിലനിർത്താനും അത് വേണം. ഈ ഔപചാരിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീതി. സ്വാതന്ത്ര്യ പ്രതീതിയുടെ ബലത്തിലാണ് പുതിയ ദല്ലാൾ ഭരണവർഗങ്ങൾ അവർ വഴി സാമ്രാജ്യത്വ മൂലധനവും സാങ്കേതിക വിദ്യയും മറ്റും ഇവിടെ തുടർന്ന് കടന്നു വരുന്നത്. മുമ്പ് ആശ്രിതത്വത്തിൻ്റെ ബന്ധനമായി കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതോടുകൂടി വികസനത്തിൻ്റെ സഹായങ്ങളായിട്ട്, വികസനത്തിനുള്ള സഹായങ്ങളായിട്ട് അവതരിക്കുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ പ്രതീതി സാധ്യമാക്കുന്ന ഔപചാരിക സ്വാതന്ത്ര്യം പുത്തൻ കൊളോണിയൽ കാലഘട്ടത്തിൽ പരമപ്രധാനമാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ തുടരുന്ന ആധിപത്യവും അതുപോലെ തന്നെ ദല്ലാൾ ഭരണാധികാരികളുടെ ഭരണവർഗങ്ങളുടെ വിധേയത്വവും മറച്ചു വയ്ക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, സ്വാതന്ത്ര്യം ഔപചാരികമാണെങ്കിലും അത് നൽകുന്ന ഇടം ഈ രാജ്യങ്ങളിലെ ദല്ലാൾ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ നേരിട്ടുള്ള ചൊൽപ്പടിക്ക് അവരുടെ കീഴെ നിൽക്കുന്നതിന് പകരം സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും അത് ഒരു പരിധിവരെ അവസരമൊരുക്കുന്നുണ്ട്. മാത്രമല്ല, സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിന് അല്പമൊക്കെ മുതലെടുത്തുകൊണ്ട് സ്വന്തം കാര്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു അവസരവും അത് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഔപചാരിക സ്വാതന്ത്ര്യം തുടരുക എന്നുള്ളത് ദല്ലാൾ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവരതിനു വേണ്ടി അത് നിലനിർത്താനായിട്ട് പരമാവധി ശ്രമിക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്ന് ചൈന പാർട്ടി പറഞ്ഞതിൻ്റെ, ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. സാമ്രാജ്യത്വ വ്യവസ്ഥയിൽ നിന്ന് മോചനം നേടാനല്ല, അതിൽ തുടർന്നുകൊണ്ട് തന്നെ ഔപചാരിക സ്വാതന്ത്ര്യം നൽകുന്ന ഇടം നിലനിർത്താനായിട്ടുള്ള ഒരു ആഗ്രഹമാണത് പറയുന്നത്. രാജ്യങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ ചെറുത്തുനിൽപ്പും സൗദി അറേബ്യയുടെ നിലപാടുമൊക്കെ ഇതാണ് വെളിപ്പെടുത്തുന്നത്. മുമ്പൊരിക്കൽ ചാരു മജുംദാർ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. കിഴക്കൻ ബംഗാളിലെ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ വിമോചന സമര കാലഘട്ടത്തിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ഇവിടുത്തെ ദല്ലാൾ ഭരണവർഗ്ഗങ്ങൾ പെട്ടെന്ന് ദേശീയ ഭൂഷ്വാസിയായി മാറിയതല്ല നമ്മളിവിടെ കാണുന്നത്. അവരിപ്പോഴും സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തി ചൂഷണം ചെയ്യുന്ന ദല്ലാൾ ഭരണവർഗ്ഗങ്ങൾ തന്നെയാണ്. ഈ രാജ്യങ്ങളാകട്ടെ ഇപ്പോഴും ലോക സാമ്രാജ്യത്വ വ്യവസ്ഥയിൽ മർദ്ദിത രാജ്യങ്ങളുമാണ്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടില്ല. അതിലൊക്കെ നിലനിൽക്കെ തന്നെയാണ് അവർ ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അമേരിക്ക, ചൈന, റഷ്യ എന്നീ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതിനകം തന്നെ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചൈനയുടെ മധ്യസ്ഥത സ്വീകരിച്ചുകൊണ്ട് സൗദി അറേബ്യ ഇറാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇറാൻ യുദ്ധസമയത്ത്, അതുകൊണ്ട് തന്നെ ഇറാൻ യുദ്ധസമയത്ത് സൗദിയിലെ US താവളങ്ങൾ ഇറാൻ ആക്രമിച്ചെങ്കിലും മറ്റ് എണ്ണ പാടങ്ങളും അതുപോലെ തന്നെ റിഫൈനറികളൊക്കെ ആക്രമണ വിധേയമാക്കിയെങ്കിലും ആക്രമണം വലിയ തോതിൽ വ്യാപിപ്പിക്കാൻ അത് മുതിർന്നില്ല.
വ്യോമത്താവളങ്ങളെ ഉപയോഗിക്കാൻ US അനുവദിക്കില്ല എന്നുള്ള സൗദി അറേബ്യയുടെ പ്രസ്താവന വന്നതിന് ശേഷം അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാൻ രാഷ്ട്രപതി ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. സൗദി ആകട്ടെ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും തിരിച്ചടിച്ചുവെങ്കിലും അതിന് വലിയ പ്രചാരമൊന്നും കൊടുത്തില്ല. ഞങ്ങളിതാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊട്ടുഘോഷിക്കാനൊന്നും നിന്നില്ല. മാത്രമല്ല അവരുടെ സാമ്രാജ്യത്വമായിട്ടുള്ള വിധേയത്വ ബന്ധങ്ങളിൽ ചില പുതിയ ചായ്വുകൾ കൊണ്ടുവരാനായിട്ട് സൗദി അറേബ്യൻ ഭരണാധികാരി ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോൾ ആകമൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ US ആധിപത്യത്തിന് വലിയ തോതിൽ ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ മാത്രമല്ല, ലോകത്തുടനീളം അത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണ്, മറ്റാരും അങ്ങോട്ട് കടത്തില്ല എന്നൊക്കെ ട്രംപിൻ്റെ പുതിയ സിദ്ധാന്തത്തിൽ പ്രഖ്യാപിച്ചെങ്കിൽ തന്നെയും ക്യൂബയ്ക്ക് മേലുള്ള ഉപരോധത്തെ മറികടന്ന് ചെന്ന റഷ്യൻ എണ്ണക്കപ്പലുകളെ തടയാൻ US ശ്രമിച്ചില്ല. US നടപ്പാക്കുന്ന വിലക്കുകൾ, അമേരിക്ക നടപ്പാക്കുന്ന വിലക്കുകൾ അവഗണിക്കാൻ ചൈനീസ് ഭരണാധികാരികൾ അവരുടെ രാജ്യത്തെ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ അതിനെതിരെ എന്തെങ്കിലും നിലപാടെടുക്കാനായിട്ടല്ല ട്രംപ് ഭരണം ശ്രമിച്ചത്. നേരെ മറിച്ച് ആ കമ്പനികൾക്ക് മേലുള്ള വിലക്കങ്ങൾ പിൻവലിക്കുകയാണ് ചെയ്തത്. US നാവികസേനയുടെ ഉപരോധം നിലനിൽക്കുന്ന ഒമാൻ ഉൾക്കടലിൽ ഇപ്പോഴിതാ റഷ്യയും ഇറാനും സംയുക്തമായ നാവിക അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ നാവിക ഉപരോധമൊക്കെ ഉണ്ടല്ലോ അമേരിക്കയുടെ, അതിനിടയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ലോകതലത്തിലാണെങ്കിൽ ട്രംപ് ഭരണം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. യൂറോപ്യൻ സഖ്യശക്തികൾ അകന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് വിഷയത്തിൽ ഇടപെടാൻ പലരോടും ആവശ്യപ്പെട്ടെങ്കിലും ആരും അതിന് തയ്യാറായില്ല. റഷ്യയെ നിഷ്പക്ഷമാക്കി ചൈനയെ തളച്ചിടാനായിട്ടാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ. പക്ഷെ അത് ഫലിക്കുന്നില്ല. ചൈനയുടെ സ്വാധീനം ചുരുക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ നേരിടാൻ പോകുന്ന ശക്തി താൽക്കാലികമായിട്ട് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ട്രംപ് ഭരണം നേരിടുന്നുണ്ട്. അതുകൊണ്ട് പരസ്പരം നേരിടില്ല എന്ന ധാരണ ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള ട്രംപിൻ്റെ സന്ദർശന സമയത്തുള്ള തന്ത്രപരമായ സ്ഥിരത എന്ന പേരിലാണ് ഇപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത്. പണ്ട് 80കളിൽ ബ്രഷ്നേവും അന്നത്തെ അമേരിക്കൻ ഭരണാധികാരികളും തമ്മിലുണ്ടാക്കി ഇതുപോലുള്ള ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ദത്താന്ത് എന്നാണ് പേരിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ധാരണയുടെ ഫലമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തായ്വാൻ വിഷയത്തിൽ മുൻ നിലപാടുകൾ മയപ്പെടുത്താനായിട്ട് US സാമ്രാജ്യത്വം സന്നദ്ധമായിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ചൈനയും റഷ്യയുമായിട്ട് നേർക്കുനേർ കോർക്കുന്നത് തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികളാണെങ്കിലും ഫലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ദുർബലമാകുന്ന ലക്ഷണങ്ങളായിട്ടാണിത് മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഇത്രയും കാലം US വിധേയത്വത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നവ ഉൾപ്പെടെ മർദ്ദിത രാജ്യങ്ങളിലെ ദല്ലാൾ ഭരണവർഗങ്ങൾ വിവിധ സാമ്രാജ്യത്വ ശക്തികളുമായുള്ള തങ്ങളുടെ വിധേയത്വ ബന്ധങ്ങളിൽ ചില പുനർവിന്യാസങ്ങൾക്ക് ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രാജ്യങ്ങളിലെ ഭരണവർഗങ്ങൾക്കിടയിലെ വൈരുദ്ധ്യങ്ങൾ ശക്തിപ്പെടാൻ ഇതിടയാവുകയും ചെയ്യും. കാരണം അപ്പോഴും അമേരിക്കൻ അനുകൂലമായിട്ടൊരു സെക്ഷൻ ഉണ്ടാവും, വിഭാഗം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വേറെ തരത്തിലേക്ക് തിരിയുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള മത്സരം രൂക്ഷമാവുകയും ചെയ്യും ആ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ. ഇന്ത്യയിൽ തന്നെ സംഘികളുടെ ചായ്വ് പൊതുവിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തോടാണെങ്കിലും ഇത് മാറ്റിപ്പിടിക്കണമെന്നുള്ള അഭിപ്രായം അവർക്കിടയിൽ നിന്ന് ഉയർന്നു വരാൻ സകല സാധ്യതയുമുണ്ട്. ട്രംപ് ഇടക്കാലത്ത് നടത്തിയിരിക്കുന്ന പല പല പരാമർശങ്ങളെയും പ്രതികരിച്ചുകൊണ്ട് RSSൻ്റെ സംഘികളുടെ ജിഹ്വകളിൽ വന്നിട്ടുള്ള ലേഖനങ്ങളും നിലപാടുകളൊക്കെ നോക്കിയാൽ തന്നെ ഇത് കാണാൻ പറ്റും. ഇന്ത്യൻ ഭരണവർഗങ്ങൾക്കിടയിൽ റഷ്യ, യൂറോപ്യൻ യൂണിയൻ സാമ്രാജ്യത്വങ്ങളോട് വ്യക്തമായ ചായ്വുള്ള പക്ഷങ്ങളും ഉയർന്നു വരാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടക്കാലത്ത് മൊത്തം ഇന്ത്യൻ ഭരണവർഗങ്ങളും പൊതുവിൽ തന്നെ ഒരു അമേരിക്കൻ ചായ്വിൽ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, സോഷ്യൽ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഇപ്പോൾ മെല്ലെ ഉയർന്നു വരാൻ ഉണ്ട്. അവർക്കിടയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അടുത്തതായിട്ട് ഈ കഴിഞ്ഞ വർഷം നടന്ന പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് വൻ നഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ അത് മറച്ചു പിടിച്ചു.
എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സൈനിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന മാസികകളിൽ പോലും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് തന്നെ ഭരണവർഗ്ഗങ്ങൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ തീവ്രമാകാനും അത് മറ്റൊരു തരത്തിൽ ജനകീയ സമരങ്ങൾക്കും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഉപകാരപ്രദമാകാനുള്ള സാധ്യതയാണ് ഉയർന്നു വരുന്നത്. ഇതാണ് നമ്മൾ ഈ പുതിയ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ. ലാൽ സലാം.